ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സരയുനെയും കല്യാണിനെയും കിരണിനെയാണ്. അവരങ്ങനെ ഗ്രൗണ്ടിൽ നടക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സരയു ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കേണ്ടി വിക്രം എന്താ വരാത്തത്, നല്ലൊരു അവസരമായിരുന്നു, ഇവനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കല്യാണി എടുത്ത് കിരൺ പറയുന്നുണ്ട്, കല്യാണി നിങ്ങൾ എന്നാ നടക്ക്, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് കുറച്ച് മാറി നിന്നിട്ട് പുഷപ്പ് എടുക്കാട്ടോ. ആ സമയത്ത് സരയു ചെറിയൊരു സ്വപ്നം കാണണം, ദിവാസ്വപ്നം പോലെ. കല്യാണിനെ കിരൺ പിടിച്ചു നടത്തുന്ന പോലെ സരയും അതുപോലെ തന്നെ കിരണും മാത്രം നടക്കാൻ വന്നിരിക്കുകയാണ്. ആ സമയത്ത് സരയോ, എനിക്ക് മതിയായി കിരണേട്ടാ, കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് വീഴാൻ പോകുന്നുണ്ട്. കിരൺ അപ്പൊ തന്നെ അയ്യോ സരയു എന്ന് പറഞ്ഞിട്ട് സരയുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അത് സരയു ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് സരയു ഇങ്ങനെ പൊട്ടിച്ചിരിക്കാട്ടോ. കല്യാണി ചോദിക്കണ്ടേ, എന്താ സരയു ഇങ്ങനെ ചിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സരയു പെട്ടെന്ന് ഈശ്വരി ഇപ്പൊ എന്ത് കള്ളാ പറയുന്നത് പെട്ടെന്ന് കിരണിനെ ചൂണ്ടിക്കാണിച്ച് പറയണ്ടേ. അവൻ കാണിക്കുന്ന കോപ്രായം കണ്ട് ചിരിച്ചതാ. കിരണേട്ടന് 100 പുഷപ്പ് എടുത്താലേ ഇനി അവിടെ നിന്ന് എഴുന്നേക്കൂ എന്നിങ്ങനെ പറയണ്ടേ. പെട്ടെന്നാണ് സരയു നോക്കിക്കൊണ്ടിരിക്കെ അവിടുത്തെ ഗ്രൗണ്ടിന് പുറത്തായിട്ട് 2 ചെറുപ്പക്കാര് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുവാട്ടോ. അവര് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് വരുവാണ്. അത് സരയു ശ്രദ്ധിക്കുന്നുണ്ട്. അത് വിക്രമാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കാണ് സരയു. ആ സമയത്ത് കിരണും അവരെ കാണുന്നുണ്ട് കേട്ടോ. കിരൺ നോക്കുമ്പോഴേക്കും ആ 2 ചെറുപ്പക്കാരും കല്യാണിയെ തന്നെ നോക്കിക്കൊണ്ട് വരുവാണ്. കിരൺ അപ്പൊ തന്നെ പുഷപ്പ് എടുത്തത് മതിയാക്കി കല്യാണിന്റെ അടുത്തേക്ക് വേഗം വരുവാട്ടോ. ആ പയ്യന്മാര് പതുക്കെ കല്യാണി ഇങ്ങനെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് കല്യാണിനെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുവാണ്. പക്ഷെ കല്യാണി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, സരയു ശ്രദ്ധിക്കുന്നുണ്ട്. കിരൺ വേഗം വന്നിട്ട് കല്യാണി അടുത്ത് പറയുന്നുണ്ട്, കല്യാണി അവന്മാര് നീ ശ്രദ്ധിച്ചോ? ആരെ ദേ ആ പുറകെ പോണവരെ എന്ന് പറയുമ്പോ കല്യാണി നോക്കുകയാണ്. അവർക്ക് എന്താ കുഴപ്പം? അല്ല ആ വിക്രം പറഞ്ഞു വിട്ടത് എങ്ങനെയോ ആയിരിക്കോ നിന്നെ ഇല്ലാതാക്കാനായിട്ട്? എന്റെ കിരണേട്ടാ, ഇതൊരു ഗ്രൗണ്ട് അല്ലേ, നടക്കാൻ വേണ്ടി ഒരുപാട് പേര് വരും. എന്നാലും എനിക്കെന്തോ അവന്മാരുടെ നടപ്പിലും ആ ഒരു നോട്ടത്തിലൊക്കെ ഒരു പന്തികേട് പോലെ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും സരയു, അവൻ പറഞ്ഞുവിട്ട ആൾക്കാരല്ലേ അത്, ഇനി അവൻ പറഞ്ഞിട്ട ആൾക്കാരായിരിക്കോ എന്നൊക്കെ പറഞ്ഞ് സരയും തിരിഞ്ഞു നോക്കാണ്. പക്ഷെ ആ പയ്യന്മാര് സാധാരണ നടക്കാൻ വന്ന പയ്യന്മാരാട്ടോ. അവരെണ്ടിങ്ങനെ നടന്നോ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണി എടുത്ത് കിരൺ പറയണ്ട്, മതി കല്യാണി നടന്നത്, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ? ഒരുത്തനും പരോളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവനാണോ അതവന്റെ കൂട്ടുകാരാണോ വരുന്നതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ട് സരയു പറയണ്ട്, ശരി എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോണത് തന്നെയാ നല്ലത് എന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്ന താരേനെയാട്ടോ. താരയാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. സരയു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കിരണന്റെ മുറച്ചെറുക്കാണ്. എനിക്ക് അവകാശപ്പെട്ട മുതലാണ് അവൻ, എനിക്ക് അവനെ വേണം. ഇന്നലെ കയറി വന്നതാ കല്യാണി, അവൾ ഇല്ലാതാക്കിയിട്ടാണെങ്കിൽ ഞാൻ എന്റെ മുറച്ചെറുക്കനെ സ്വന്തമാക്കോ? അവൻ എന്റെ മാത്രമാണ്. എന്റെ അച്ഛൻ അവളെ കൊല്ലാനായിട്ട് പരോളിൽ ഇറങ്ങിയത്. അവസാനം എന്റെ അച്ഛൻ മരിച്ചു. കല്യാണി ഞാൻ വെറുതെ വിടില്ല, അവളെ കൊല വിളിക്കും ഞാൻ. അവളാണ് എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സരയു. അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് താരക്ക് ഒരു സമാധാനം ഇല്ല. താര ഫോൺ എടുക്കാണ്. ശേഷം കല്യാണിക്ക് മെസ്സേജ് അയക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശേഷം കല്യാണിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കാട്ടോ. അങ്ങനെ കല്യാണിയുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കാണ് താര. ആ സമയത്ത് കല്യാണിയുടെ കൂടെ നമ്മുടെ സരയും ഉണ്ട്. അവര് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണി പറയുന്നത്, കിരണേട്ടാ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, താരാന്റിയുടെ ആണല്ലോ എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോ സരയു ഷോക്ക് ആവാട്ടോ. അമ്മയുടെയോ? അതെ എന്ന് പറഞ്ഞിട്ട് കല്യാണി ആ മെസ്സേജ് വായിക്കാണ്. എന്താ കല്യാണി മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് എന്ന് കിരൺ ചോദിക്കുമ്പോ കിരണേട്ടൻ തന്നെ വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് കിരണിന്റെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കാണ്. അത് കാണുമ്പോഴേക്കും നമ്മുടെ സരയുവിന് ആകെ ഷോക്ക് ആവാണ്. ഈശ്വര എന്താണാവോ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ വെപ്രാളം കാണിക്കാട്ടോ. കല്യാണി ഒന്നീ സൂക്ഷിക്കണം കേട്ടോ എന്നാണ് ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത്. അത് വായിച്ചിട്ട് കിരൺ സരയുവിനോട് പറയണ്ടേ, കല്യാണി എടുത്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാ താരാന്റെ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത്. എന്താ സരയു, താരാന്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വല്ലാത്ത ടെൻഷൻ ഉണ്ടോ? കല്യാണിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുന്നൊരു ടെൻഷൻ ഉണ്ട് അമ്മക്ക്. അമ്മ അതെന്നോട് പറയാറുണ്ട്. വിക്രം ഇപ്പൊ പരോളിൽ ഇറങ്ങിയോണ്ടേ അമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഞാനും കല്യാണിയും കിരണും കൂടി നടക്കാൻ വേണ്ടി പുറത്തു പോവാന്ന് പറഞ്ഞപ്പോ അമ്മക്ക് ആകെ വെപ്രാളമായിരുന്നു. അതായിരിക്കും മെസ്സേജ് അയച്ചത്. എന്നോട് പോവാൻ നേരത്ത് പറഞ്ഞതാ കല്യാണി എടുത്ത് സൂക്ഷിക്കണോന്ന് പറഞ്ഞോന്ന്. അതുകൊണ്ടായിരിക്കും. ശരി എന്ന് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണി സരയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സരയുടെ വീട്ടിലേക്കാണ് നേരെ പോണേട്ടോ. അവിടെ താര ഉണ്ടാകും. സരയു താരനെ കാണുമ്പോ തന്നെ ദേഷ്യത്തെ താരയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് താരയുടെ മുടിയിൽ കുത്തനെ ഇങ്ങനെ പിടിക്കാട്ട്, ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചിട്ട്, നിങ്ങൾ എന്നെ ചതിക്കാൻ നോക്കിയല്ലേ, കല്യാണി എടുത്ത് സൂക്ഷിക്കണം പോലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി അങ്ങനെ പറയാനായിട്ട്? ആ സമയത്ത് അവളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയാണ്. താരയുടെ അടുത്താണെങ്കിൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ സരയു, സത്യം പറ, നിങ്ങൾ അവൾക്ക് ഇതിനു മുമ്പ് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ട്
അയച്ചിട്ടുണ്ടോ? സത്യം പറ എന്ന് പറയുമ്പോ താര ഇല്ല അയച്ചിട്ടില്ല എന്ന് ആക്ഷൻ കാണിക്കാണ്. നിങ്ങൾ എന്റെ പെറ്റമ്മയാണെന്ന് ഞാൻ നോക്കില്ല, ഇല്ലാതാക്കി കളയും ഞാൻ നിങ്ങളെ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് എന്നെക്കാളും ഇഷ്ടം അവളെയാണ്, ആ കല്യാണിയിലെ. ഞാനിങ്ങനെ വിഷമിക്കണം നിങ്ങൾക്ക് കണ്ടുകൂടാ അല്ലെ? നിങ്ങൾക്ക് കല്യാണി വിഷമിക്കുന്നത് സഹിക്കാൻ സാധിക്കുന്നില്ല അല്ലെ? നിങ്ങൾ എന്നെ ഒരു സമയത്ത് അമ്മയായിട്ട് പോലും അംഗീകരിക്കില്ലായിരുന്നു. ആ സമയത്ത് വിക്രത്തിനോട് പറഞ്ഞിട്ട് നിങ്ങളെ കൊല്ലാൻ പോലും നിന്ന മോളാ ഞാൻ. മര്യാദക്കില്ലെങ്കിലേ ഞാൻ അത് തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഞാനാണ് വലുത് കല്യാണമാണ് വലുതെന്ന് ഇപ്പൊ തീരുമാനിക്കണം എന്ന് പറയുമ്പോഴേക്കും താരോ ഞാനൊന്നും പറയില്ലത് കാണിക്കാണ്. ആ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ടായിരിക്കും നിങ്ങൾ ചാവണത്, ശേഷം ഞാനും മരിക്കും. കിരൺ എന്റെ മാത്രമാണ്, ഇടയിലേക്ക് കയറി വന്നത് കല്യാണിയാണ്, അപ്പൊ അവളെ ഇല്ലാതാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് സരി പെറുപെറുത്തോണ്ട് മുകളിലേക്ക് കയറി പോവാട്ടോ. താരക്കാകെ വിഷമമായി പോകാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ്. പ്രകാശൻ നടന്ന് തളർന്ന് വലഞ്ഞ് വീട്ടിലേക്ക് വരുവാട്ടോ, കല്യാണിയുടെ വീട്ടിലേക്ക്. അപ്പൊ കാദംബരി ചോദിക്കേണ്ട, അച്ഛൻ ഇത് എവിടെയായിരുന്നു? അച്ഛൻ ഇത് ഇങ്ങനെ വരുന്നത്? അച്ഛൻ എവിടെ പോയതാ? ഇത്ര നേരം അച്ഛൻ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കാണ്. പ്രകാശൻ ഒന്നും മിണ്ടാതെ അകത്ത് കയറി ഇരിക്കാട്ടോ. ആ സമയത്ത് കല്യാണിയും കാർത്തികയും അവിടേക്ക് വരുന്നുണ്ട്. അച്ഛൻ എവിടെയായിരുന്നു എന്നിങ്ങനെ കാർത്തിക ചോദിക്കുമ്പോ, മക്കളെ ഞാനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കാദംബരി ചോദിക്കണ്ട്, സത്യം പറ, അച്ഛൻ അവന്റെ അടുത്ത് പോയിരുന്നോ? വിക്രത്തിന്റെ അടുത്ത് അച്ഛൻ ഇന്നലെ അവന്റെ കൂടെ ആയിരുന്നോ എന്ന് ചോദിക്കാണ്. പ്രകാശൻ പറഞ്ഞിട്ട്, അതെ ഞാൻ അവന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ അവന്റെ കൂടെ ആയിരുന്നു, അവന്റെ അടുത്ത് തന്നെ വരുന്നത് എന്ന് പ്രകാശം പറയുന്നുണ്ട്. അത് കേട്ട് കാർത്തിക പറയുന്നുണ്ട്, അപ്പൊ അച്ഛൻ നോണ പറഞ്ഞതാണോ? ഇന്നലെ സായാഹ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനപ്പൊ വിക്രത്തിന്റെ കൂടെ ആയിരുന്നോ? അതെ ഞാൻ അവന്റെ കൂടെ ആയിരുന്നു. കേട്ടില്ലേ കല്യാണി അച്ഛൻ പറയണത്? ഇന്നലെ വിക്രത്തിന്റെ കൂടെ ആയിരുന്നു എന്ന്. അച്ഛന്റെ സ്വഭാവം മാറി കല്യാണി, പഴയ പോലെയായി. മോൻ പരോളിലിറങ്ങിയപ്പോഴേ അച്ഛന്റെ പഴയ സ്വഭാവമായി എന്ന് കാദംബരി പറയാണ്. ഇത് കേട്ട് കല്യാണി പറയണ്ട്, കാദംബരി ചേച്ചി വെറുതെ ഇരിക്കേ. അച്ഛൻ എന്ത് ചേച്ചാ അവന്റെ അടുത്ത് പോയത്? അച്ഛൻ എന്താ പറ്റിയത്? ഒന്ന് പറയാ. അച്ഛന്റെ മട്ടും മാവൊക്കെ കാണുമ്പോ എന്തോ പോലെ തോന്നുവാ. മക്കളെ നിങ്ങൾ എല്ലാരും എന്റെ കൂടെ വാ, നമുക്ക് ഒരു സ്ഥലം വരെ പോകാം. എവിടേക്കാ എന്ന് ചോദിക്കാണ്. അതൊക്കെ ഞാൻ പറയാം, നീ വാ. അപ്പോ കാദംബരി പറയണ്ട്, വേണ്ട കല്യാണി മോളെ നീ പോവണ്ട, അച്ഛൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്, ഇവ പോണത് ശരിയല്ല, കിരൺ സാറോട് പറഞ്ഞിട്ട് പോയാ മതി. കാർത്തിക ചോദിക്കണ്ട, അച്ഛൻ എവിടേക്കാ ഞങ്ങൾ വരേണ്ടത്? കല്യാണിക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ലെന്ന് അച്ഛൻ അറിയില്ലേ? അയ്യോ ദൂരൊന്നുമില്ല മോളെ, ഇവിടുന്ന് 10 മിനിറ്റ് പോയാ മതി, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ കല്യാണി പറയണ്ട്, ചേച്ചി അച്ഛൻ ഞങ്ങളെ കൊല്ലാനാ കൊണ്ടുപോണെങ്കിൽ കൊല്ലാൻ കൊണ്ടുപോയിക്കോട്ടെ, ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ചേച്ചിമാരെയും കൂട്ടിക്കൊണ്ട് കല്യാണി കാറിലേക്ക് കയറാണ്. പ്രകാശാണ് കാർ ഓടിക്കുന്നത് കേട്ടോ. പ്രകാശം പറയണ്ട്, മക്കള് പേടിക്കൊന്നും വേണ്ട, വാ കേറിയിരിക്കെ എന്ന് പറയാണ്. ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രകാശം നേരെ പോണത് നമ്മുടെ വിക്രം ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തേക്കാട്ടോ. കല്യാണിയും കാർത്തികയും കാദംബരിയൊക്കെ ആകെ ടെൻഷനായിട്ട് നിൽക്കാണ്. കല്യാണി ഫ്രണ്ടിലെ ഗ്ലാസ് വഴി പ്രകാശിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പ്രകാശൻ 3 മക്കളെ മാറി മാറി നോക്കണം ഗ്ലാസ്സിൽ കൂടി. അച്ഛൻ എന്തിനാ ഈ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് പേടിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അച്ഛൻ എന്താ പറ്റിയത്? ഇത് ആരുടെ വീടാ എന്തിനാ ഇവിടെ വന്നത്? മക്കളെ ഞാൻ പറയാം, നിങ്ങൾ വാ എന്ന് വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് പ്രകാശൻ. കാദംബരി കല്യാണി എടുത്ത് പറയണ്ട്, വേണ്ട മോളെ പുറത്തേക്ക് ഇറങ്ങണ്ട, അവൻ ഉണ്ടാവും അകത്ത്, നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്, വേണ്ട മോളെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് കാദംബരി പറയാണ്. അപ്പൊ കല്യാണി പറയണ്ട, ചേച്ചിമാര് വേണമെങ്കിൽ ഇവിടെ നിന്നോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാ എന്ന് പറഞ്ഞിട്ട് കല്യാണി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്താ അച്ഛൻ എന്താ പറ്റിയത്? മക്കളെ നിങ്ങൾ 3 പേരും വാ എന്ന് പറഞ്ഞ് വിളിക്കുക. ഇത് ആരുടെ വീടാച്ചാ? എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് പ്രകാശം വാതിൽ തുറക്കാണ്. എന്നിട്ട് കല്യാണിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് കല്യാണിയുടെ കൈ പിടിച്ചിട്ട് മുമ്പിലേക്ക് ഹോളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നോക്കിക്കേ എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിക്കാണ്. കല്യാണിയും കാർത്തികയും കാദംബരി ഷോക്ക് ആവാണ്. നമ്മുടെ വിക്രമാണ് കെട്ടിത്തൂങ്ങി കിടക്കുക കേട്ടോ. പ്രകാശം പറഞ്ഞിട്ട്, അവൻ ആത്മഹത്യ ചെയ്തതല്ല, അവന്റെ തലക്കടിച്ചു കൊന്നു. അപ്പൊ അവന്റെ ബോധം പോയി. ബോധം വരുന്നവരെ ഞാൻ കാത്തിരുന്നു. ബോധം വന്നപ്പോഴേ ഞാൻ അവനോട് പറയേണ്ടതൊക്കെ പറഞ്ഞു. എന്റെ പെമ്മക്കളെ ഉപദ്രവിക്കലതിൽ കാല് പിടിച്ചു പറഞ്ഞു. എന്നിട്ടും അവൻ പഠിച്ചില്ല. തല കടി കൊണ്ടിട്ടും അവൻ എന്റെ പെമ്മക്കളെ കൊല്ലൂന്ന് പറഞ്ഞു. ഞാനത് കേട്ട് വെറുതെ ഇരിക്കണോ? അപ്പൊ തന്നെ കെട്ടിത്തൂക്കി ഞാൻ മുകളിൽ തൂക്കി. എങ്ങനെയുണ്ട്? കണ്ടില്ലേ വിക്രമാദിത്യ മഹാരാജാവ് കെട്ടിത്തൂങ്ങിയിരിക്കണത്? അവന്റെ അച്ഛൻ തന്നെ കൊന്നു. കണ്ടില്ലേ പൊന്നുപോലെ വളർത്തിയ എന്റെ മോൻ കിടന്നാടുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രകാശം പൊട്ടിച്ചിരിക്കുകയാണ്. കല്യാണിയും കാർത്തികയും കാദംബരിയും പ്രകാശിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.